കേരളത്തിലെ ഒരു ഭൂരിഭാഗം ആമ്പിള്ളേരും ഒരു 25 വയസ്സ് കഴിഞ്ഞാൽ മനഃപൂർവ്വം ചെന്ന് ചാടുന്ന ഒരു സ്കാം ഉണ്ട്. അതിന്റെ പേരാണ് മാട്രിമോണി. പെണ്ണും വേണ്ട പെടക്കോഴി വേണമെന്ന് വിചാരിച്ച് നടക്കുന്ന കുറെ ചക്കന്മാരുടെ ഉള്ളിലേക്ക് വേണ്ടാത്ത മോഹന വാഗ്ദാനങ്ങളൊക്കെ തന്നിട്ടുള്ള കുറെ ചേച്ചിമാരുണ്ട്. അതായത് ഈ മാട്രിമോണിയിലത്തെ ചേച്ചിമാര് നല്ല രീതിയിൽ ജോലി ചെയ്ത് മനസമാനമായിട്ട് പോയിക്കൊണ്ടിരുന്ന എൻ്റെ അടുത്തേക്ക് ഇതുപോലൊരു ചേച്ചി വന്നു. എന്നിട്ട് പറഞ്ഞു, മോനെ കല്യാണപ്രായമായില്ലേ, ഇപ്പൊ നോക്കി തുടങ്ങിയാൽ നമുക്ക് വേഗം കല്യാണം ശരിയാക്കാമെന്നും പറഞ്ഞിട്ട് ഒരു ചേച്ചി എന്നെ വിളിച്ചു. കല്യാണം കഴിക്കാനായിട്ട് തീരെ മോട്ടിവേഷൻ ഇല്ലാണ്ടിരുന്ന എനിക്ക് ആവശ്യത്തിലധികം മോട്ടിവേഷനും കോൺഫിഡൻസ് തന്നൊരു ചേച്ചിയായിരുന്നു ഈ ചേച്ചി. ഇടയ്ക്കൊക്കെ എനിക്ക് തോന്നും ഈ ചേച്ചിയുടെ വർത്താനം കേട്ടാൽ പുള്ളിക്കാരിയുടെ മോളെ എനിക്ക് കല്യാണം കഴിച്ചിരുന്നു. അതുപോലെയായിരുന്നു എന്നെ കൊണ്ടുനടന്നത് പുള്ളിക്കാരി. എൻ്റെ കയ്യിൽ പൈസ കിട്ടി കഴിഞ്ഞപ്പോൾ ചേച്ചി ചെറുതായിട്ടൊക്കെ വലിഞ്ഞൂടാ. പിന്നെ ഞാൻ വിളിക്കുമ്പോൾ ഫോൺ എടുക്കില്ല, മെസ്സേജ് അയച്ചാൽ റിപ്ലൈ തരില്ല. അപ്പം എനിക്ക് മനസ്സിലായി ഇത് ഇത്ര ഉള്ളൂ എന്നുള്ള സംഭവം മനസ്സിലായി. പിന്നെ ഞാൻ ഇവരെ ഓഫീസിലേക്കൊക്കെ വിളിച്ചപ്പോൾ പറയണേ, മോനെ പോലെ കുറേ ആളുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്, എല്ലാവരും കല്യാണം നടത്തി കൊടുക്കണ്ടേ, കുറച്ച് സമയം എടുക്കുന്നു. അങ്ങനെ ഇപ്പം ഏകദേശം 1.5-2 കൊല്ലമായിട്ട് ഞാൻ ഇവരുടെ പിന്നാലെ നടക്കുക. ഇതുവരെ എനിക്ക് റിപ്ലൈ തന്നിട്ടില്ല. ഞാൻ മൊത്തത്തിൽ ഈ മാട്രിമോണിക്കാരെ അടിച്ചാക്ഷേപിക്കൊന്നുമല്ല. എന്നാലും ഭൂരിഭാഗം പേരെന്ന് പറഞ്ഞാൽ ഈ തുടക്കത്തിൽ പൈസ കിട്ടാനുള്ള ചെറിയൊരു ഉഡായിപ്പ് പരിപാടി മാത്രമേ ചെയ്യണുള്ളൂ. പിന്നീട് അങ്ങോട്ട് അവരെ കല്യാണം കഴിഞ്ഞോ അല്ലെങ്കിൽ അവർ ജീവിച്ചിരിപ്പുണ്ടോ എന്നൊന്നും ഇവരന്വേഷിക്കാൻ പോകാറില്ല. അപ്പം എനിക്ക് ആ പിള്ളേരുടെ അടുത്ത് പറയാനുള്ളത്, നിങ്ങൾക്ക് കല്യാണപ്രായം ആയി കഴിഞ്ഞിട്ട് ഇതുപോലെ മാട്രിമോണിയിലൊക്കെ പോയി പൈസ കളയാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പൈസ പോയി എന്ന് വിചാരിച്ചിട്ട് കൊണ്ട് കളയണം. ഓക്കെ.